ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അല്പനേരത്തെ വചന ചിന്തയ്ക്ക് ധ്യാനിക്കാം. സങ്കീർത്തനം 4:6. അവിടെ ഇപ്രകാരമാണ് പറയുന്നത്: നമുക്ക് ആർ നന്മ കാണിക്കുമെന്ന് പലരും പറയുന്നു. നമുക്ക് ആർ നന്മ കാണിക്കുമെന്ന് പലരും പറയുന്നു. നമ്മുടെ ജീവിതയാത്രയിൽ നമ്മൾ കേൾക്കുകയും കേൾക്കാതെയും ഒക്കെ അനേകർ നമ്മുടെ നേരെ ചില വാക്കുകൾ തൊടുത്തുവിട്ടിട്ടുണ്ടായിരിക്കാം, അല്ലേ? ഇത്രയും പ്രാർത്ഥിച്ചിട്ടും, ഇത്രയും നീ ദൈവത്തെ സ്നേഹിച്ചിട്ടും നിന്റെ ജീവിതത്തിൽ നന്മ കാണുന്നില്ലല്ലോ, അല്ലെങ്കിൽ ഇനി ആര് നിനക്ക് വേണ്ടി പ്രവർത്തിക്കും, ആര് നിനക്ക് വേണ്ടി ഇറങ്ങി വരും എന്നൊക്കെ പല വാക്കുകളാൽ നമ്മൾ ഭാരപ്പെടുന്നുണ്ടെങ്കിൽ, ഇന്നും നമ്മൾ പിടിച്ചു നിൽക്കുന്നത് പ്രിയ ദൈവമക്കളെ യേശുവാകുന്ന നന്മ അടയാത്തത് കൊണ്ട് തന്നെയാണ്. പലപ്പോഴും മറ്റു പലർക്കും ഭൗതികമായിട്ടുള്ള നന്മ ലഭിക്കുന്നുണ്ട്, എനിക്ക് മാത്രം എന്തേ ഒരു നന്മയുടെ ഉറവിടം തുറക്കാത്തത്? പ്രത്യക്ഷമായൊരു നന്മയൊന്നും ഞാൻ എൻ്റെ മുൻപിൽ കാണുന്നില്ലല്ലോ എന്ന് നിങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിൽ പറയുമ്പോൾ ഭാരപ്പെടേണ്ട. ക്രിസ്തു ആകുന്ന നന്മ നിങ്ങളോടൊപ്പം തന്നെയുണ്ട്. അതുകൊണ്ടാണ് പാട്ടുകാരൻ ഇപ്രകാരം പറയുന്നത്: തിന്മയൊന്നും ചെയ്തിടാത്ത യേശുവല്ലോ നമ്മുടെ നന്മ. അതെ, നമ്മുടെ നന്മ ഭൗതിക നേട്ടങ്ങളൊന്നുമല്ല. നമ്മുടെ ഏറ്റവും വലിയ വിലയേറിയ നന്മ എന്ന് പറയുന്നത് യേശു തന്നെയാണ്. അതുകൊണ്ടാണ് പാട്ടുകാരൻ പറയുന്നത്, അവൻ നമ്മെ ഉടയ്ക്കും, പണിയും, നല്ല പാത്രമായി പുറത്തു വരാൻ വേണ്ടിയിട്ട്. പ്രിയ ദൈവമക്കളെ, നാം ഇന്ന് അനേക വേദനകളിൽ കൂടി കടന്നു പോകുന്നത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നല്ലൊരു പാത്രമായി പുറത്തു വരാൻ വേണ്ടിയിട്ടാണ്. എന്നാൽ നമുക്ക് പലപ്പോഴും അതിന് സാധിക്കുന്നില്ല, അല്ലേ? അതിനൊരു ഉദാഹരണമാണ്, ഇരമ്യാവിനോട് ദൈവം പറഞ്ഞു കുശവന്റെ വീട്ടിലേക്ക് ചെല്ലാൻ. അവിടെ കുശവൻ തൻ്റെ ചക്രത്തിന്മേൽ വേല ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പാത്രം അവൻ്റെ കയ്യിൽ ചീത്തയായിപ്പോയി. എങ്ങനെയാണ് ചീത്തയായി പോകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും നാമൊക്കെ ദൈവത്തിന് കീഴ്പ്പെട്ടു കൊടുക്കുന്നില്ല, ദൈവഹിതമനുസരിച്ച് മുന്നേറുന്നില്ല, നമ്മളെ തന്നെ വിധേയപ്പെടുത്തി കൊടുക്കുന്നില്ല, ദൈവശബ്ദത്തിന് എതിരായിട്ട് പ്രവർത്തിക്കുന്നു, ദൈവശബ്ദം അനുസരിച്ച് ചുവട് വെക്കുന്നില്ല. അതുകൊണ്ടാണ് പലപ്പോഴും നാം വഴിതെറ്റിപ്പോകുന്നത്. എന്നാൽ കർത്താവ് പറയുന്നു, ഭാരപ്പെടേണ്ട. എന്താണ് ഈ കുശവൻ ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനെ തനിക്ക് തോന്നിയതുപോലെ മറ്റൊരു പാത്രമാക്കി തീർത്തു. എൻ്റെ ജീവിതത്തിലും കുറേ അനുഭവങ്ങൾ പറയാനുണ്ട്. കഴിഞ്ഞ നാളുകളിൽ ഞാൻ എൻ്റെ ഇഷ്ടം അനുസരിച്ച് ജീവിച്ചപ്പോൾ എനിക്ക് എന്നും വന്നിരുന്നത് പരാജയം മാത്രമാണ്. എന്നാൽ കർത്താവിൻ്റെ കരത്തിൽ ഞാൻ എന്നെ തന്നെ കീഴ്പ്പെടുത്തി കൊടുത്തപ്പോൾ, ആ ദൈവത്തിൻ്റെ ശബ്ദം അനുസരിച്ച് ചുവട് വെക്കാൻ തുടങ്ങിയപ്പോൾ ഇപ്പം ദൈവമാണ് എന്നെ നയിക്കുന്നത്. ദൈവം തനിക്കിഷ്ടമുള്ള ഒരു പാത്രമാക്കി എന്നെ തീർത്തുകൊണ്ടിരിക്കുന്നു. എന്താണ് ഈ പാത്രം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹൃദയം എന്ന നല്ല പാത്രത്തെ പറ്റിയിട്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. കർത്താവ് പറഞ്ഞു, പുറത്തുനിന്ന് വരുന്നതിനൊന്നും നിങ്ങളെ അശുദ്ധമാക്കാൻ കഴിയത്തില്ല, നിങ്ങളിൽ നിന്ന് പുറപ്പെടുന്നതത്രേ നിങ്ങളെ അശുദ്ധമാക്കുന്നത്. പലപ്പോഴും പാപചിന്തകളും പാപസ്വഭാവങ്ങളും ഒക്കെ പുറപ്പെടുന്നത് നമ്മുടെ ഹൃദയത്തിൽ നിന്നാണ്, അല്ലേ? അതുകൊണ്ടാണ് ദൈവം കയീനോട് പറഞ്ഞത്, നീ നന്മ ചെയ്യുന്നില്ലെങ്കിലോ പാപം നിന്റെ വാതിൽക്കൽ കിടക്കുന്നു, അതിൻ്റെ ആഗ്രഹം നിന്നോടാകുന്നു, നീയോ അതിനെ കീഴ്പ്പെടുത്തണം. പ്രിയ മക്കളെ, നമ്മളെ ദൈവം ഇന്ന് പല ടെസ്റ്റിൽ കൂടി കടത്തിവിടുന്നത്, പല അനുഭവങ്ങളിൽ കൂടി, വേദനയേറിയ അനുഭവങ്ങളിൽ കൂടി കടത്തിവിടുന്നത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പാപത്തെ ജയിക്കാൻ, ഒരു നല്ല പാത്രമായി, കുശവന് ഇഷ്ടമുള്ള നല്ല പാത്രമായി പുറത്തു വരാൻ വേണ്ടിയിട്ടാണ്. വായിച്ച വചനം ഇപ്രകാരമായിരുന്നു: നമുക്ക് ആർ നന്മ കാണിക്കുമെന്ന് പലരും പറയും, അല്ലേ? പലരും ചോദിക്കും. പ്രിയ ദൈവമക്കളെ, നമ്മൾ ഒരു വചനമൊക്കെ വെച്ച് പ്രാർത്ഥിച്ച് വായിക്കാറുണ്ട്. ആ വചനം ഇപ്രകാരമാണ്: പകയ്ക്കുന്നവർ കണ്ട് ലജ്ജിക്കേണ്ടതിന് നന്മയ്ക്കായിട്ടൊരു അടയാളം നമുക്ക് നൽകണമെന്ന്, അല്ലേ? എന്നാൽ നിങ്ങൾ യോസെഫിനോടൊന്ന് ചോദിച്ചു നോക്കിക്കേ. യോസെഫ് താനൊരു ദൈവികമായിട്ടുള്ള സ്വപ്നം കണ്ടു. എന്നാൽ ആ സ്വപ്നം കണ്ടപ്പോൾ മുതൽ തന്നെ സഹോദരങ്ങളൊക്കെ പകച്ചു. അതുപോലെ തന്നെ സഹോദരങ്ങളെ തിരക്കി ഇറങ്ങിയ തനിക്ക് ആപത്ത് മാത്രമാണ് വന്നത്. ദൂരവേ യോസെഫിനെ കണ്ടപ്പോൾ സഹോദരങ്ങൾ പറഞ്ഞു, ഇവനെ പിടിച്ച് കുഴിയിലിട്ട് കളയാം, ഇവന്റെ സ്വപ്നം എന്തായി തീരുമെന്ന്
നമുക്ക് കാണാമെന്ന്. എന്നാൽ ദൈവിക സ്വപ്നം ലഭിച്ച യോസെഫിന് നന്മയ്ക്കായി ഒരു അടയാളമല്ല താൻ കണ്ടു തുടങ്ങിയത്. പിന്നെയോ പൊട്ടക്കുഴിയും പൊത്തിഫറിന്റെ ഭവനവും കാരാഗ്രഹവും ഒക്കെയാണ് താൻ കണ്ടു തുടങ്ങിയത്. വേദനയേറിയ അവസ്ഥയിൽ കൂടിയാണ് താൻ ഓരോ നിമിഷവും കടന്നു പോയിക്കൊണ്ടിരുന്നത്. എന്നാൽ ഞാൻ യോസെഫിനോട് ചോദിച്ചു, അവിടെയൊക്കെ നിനക്ക് സന്തോഷമായി മുന്നോട്ട് നീങ്ങാൻ സാധിച്ചോ? യോസെഫ് പറഞ്ഞു, എൻ്റെ ദൈവം എൻ്റെ കൂടെ ഉള്ളതുകൊണ്ട്, ക്രിസ്തുവാകുന്ന നന്മ എന്നോടൊപ്പം ഉള്ളതുകൊണ്ട് ഞാൻ ഓരോ നിമിഷവും ചെല്ലുന്നിടത്തൊക്കെ കൃതാർത്ഥനായി മുന്നോട്ട് ജീവിച്ചു. എന്നാൽ എനിക്ക് വേദനയില്ലെന്നല്ല യോസെഫ് പറഞ്ഞത്. വേദന ഉണ്ടായിരുന്നു, പക്ഷേ യേശുവാകുന്ന നന്മ എൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. ദൈവിക സ്വപ്നങ്ങൾ ഞാൻ കണ്ടു എന്നുള്ളത് സത്യം തന്നെയാണ്. അത് ദൈവത്തിൽ നിന്നാണ് ഞാൻ കണ്ടതും. പക്ഷേ തിന്മയാകുന്ന അടയാളങ്ങൾ ജീവിതത്തിൽ ഭവിച്ചത് നാളത്തെ എൻ്റെ നന്മയ്ക്കാക്കി ദൈവം മാറ്റുവാനുള്ളതായിരുന്നു എന്ന് പിന്നീട് എനിക്ക് ദൈവം വ്യക്തമായിട്ട് മനസ്സിലാക്കി തന്നു. എങ്ങനെയാണ് മനസ്സിലാക്കി തന്നത്? ഉൽപ്പത്തി പുസ്തകം പഠിക്കുമ്പോൾ കാണാൻ സാധിക്കുന്ന ഒരു കാര്യമുണ്ട്. ഫറവോൻ സ്വപ്നം കണ്ടു, അല്ലേ? 2 സ്വപ്നങ്ങളാണ് ഫറവോൻ കണ്ടത്. ആ സ്വപ്നം കണ്ടത് ഞാൻ പറയുന്നു യോസെഫിന് വേണ്ടിയിട്ടായിരുന്നു, യോസെഫിന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടായിരുന്നു, അല്ലേ? അതുകൊണ്ട് തന്നെ കാരാഗ്രഹത്തിൽ നിന്ന് തന്നെ യോസെഫിനെ ദൈവം മന്ത്രിപദത്തിലേക്ക് കയറ്റുവാനിടയായി. താൻ കഴിഞ്ഞ നാളുകളിൽ വേദനയിൽ കൂടി കടന്നുപോയി, കഷ്ടങ്ങളിൽ കൂടി കടന്നുപോയി. അവിടെ ഒന്നും താൻ പതറിയില്ല. അവിടെയൊക്കെ താൻ പാപത്തെ ജയിച്ചു, തൻ്റെ വേദനകളെ ജയിച്ചു. അസാധാരണമായിട്ട് താൻ പുറത്തു വന്നു. ആ പാപത്തിൽ കൂടി, ആ പാപ സ്വഭാവത്തിൽ കൂടി ഒക്കെ കടന്നുപോയപ്പോൾ താൻ അതിനെ ഇഴുകി ജീവിച്ചില്ല. താൻ അതിനെല്ലാം ജയിച്ചു മുന്നേറി. തനിക്കറിയാം കഴിഞ്ഞ നാളുകളിൽ സ്വപ്നം നൽകിയ ദൈവം വിശ്വസ്തനാണെന്നുള്ളത്. താൻ ധൈര്യമായിട്ട് തന്നെ മുന്നോട്ട് നീങ്ങി. അതുകൊണ്ട് തന്നെ സഹോദരങ്ങൾ പറഞ്ഞു ഇവന്റെ സ്വപ്നം എന്തായി തീരുമെന്നുള്ളത്. എന്നാൽ പിന്നീടൊരവസരത്തിൽ ഈ സഹോദരങ്ങൾക്ക് തന്നെ യോസെഫിന്റെ മുൻപിൽ വരേണ്ടി വന്നു. ആരാ വരുത്തിയതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നന്മയാകുന്ന യേശു തന്നെയാണ് യോസെഫിന്റെ മുൻപിൽ അവരെ വരുത്തിയത്. പ്രിയ മക്കളെ, കഷ്ടത്തിൽ കൂടി വേദനകളിൽ കൂടി കടന്നു പോകുമ്പോൾ യേശുവാകുന്ന നന്മ നിങ്ങളോട് ഒപ്പമുണ്ടെന്നുള്ള ഉറപ്പ് പ്രാപിച്ച് ഓരോ നിമിഷവും മുന്നോട്ട് ജീവിക്കാമെങ്കിൽ തക്ക സമയത്ത് കർത്താവ് നമ്മളെ ചില അടയാളങ്ങളോടൊപ്പം പുറത്തിറക്കാൻ അവൻ വിശ്വസ്തനാണ്. ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ ഏവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു ഓൾ.